നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി മുഴക്കിയ ആളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കർണാടക രംഗപ്പെട്ട് സ്വദേശി മുഹമ്മദ് റസൂൽ കദാരയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി മുഴക്കി അറസ്റ്റിലായിരിക്കുന്നത്. ഹൈദരാബാദിൽ കൂലിപ്പണി ചെയ്യുന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂൽ കദാര. പ്രതിയെ അറസ്റ്റ് ചെയ്തു. എന്നാൽ പ്രതിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല എന്നാണ് പോലീസ് സൂപ്രണ്ട് ജി സംഗീത വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചാൽ അത് അന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് പ്രതിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിടാത്തത്. മോദിക്കും യോഗിക്കുമെതിരെ ഇയാൾ വധഭീഷണി മുഴക്കുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. മോദി നല്ല ഭരണം കാഴ്ചവെക്കുന്നില്ലെന്നും ചായ വിറ്റ് നടന്നയാളാണെന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. മോദി അടൽ ബിഹാരി വാജ്പേയിയെ പോലെ മികച്ച ഭരണമല്ല താങ്കൾ കാഴ്ചവെക്കുന്നത്. നിങ്ങൾ ചായ വിറ്റ് നടന്നയാളായിരുന്നു. BJP വിട്ടുവന്നാൽ നിങ്ങൾ നേരിടാനേ ഞങ്ങൾ തയ്യാറാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളെ വധിക്കുമെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. കോൺഗ്രസ് സിന്ദാബാദ് എന്നും ഇയാൾ പറയുന്നുണ്ടായിരുന്നു. കയ്യിൽ വാള് പിടിച്ചുകൊണ്ടായിരുന്നു ഭീഷണി. എന്തായാലും 3 പേരെ ബീഹാറിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത്. ബക്സർ ജില്ലയിലെ സിംറി പ്രദേശത്ത് നടത്തിയ റെയ്ഡിൽ കേസിലെ പ്രധാന പ്രതി അമൻ തിവാരി പിടിയിലായി. ഇയാളെ ചോദ്യം ചെയ്ത് മറ്റ് 2 പ്രതികളുടെ വിവരങ്ങൾ കിട്ടുകയും അറസ്റ്റിലേക്ക് കടക്കുകയുമായിരുന്നു. കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. പദ്ധതി നടപ്പിലാക്കാൻ പ്രതികൾ സമയപരിധി നിശ്ചയിക്കുകയും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് പണം തേടിയതായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. റെയ്ഡിനിടെ പ്രതികളിൽ നിന്ന് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനായിരുന്നു പദ്ധതി. ബീഹാറിൽ 3 പേർ ഈ ഒരു സംഭവത്തിന് അറസ്റ്റിലായി. പ്രതികൾ അമേരിക്കൻ ചാരസംഘടനയായ CIA സമീപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചു. ബക്സർ ജില്ലയിലെ ദുംറോൺ സബ് ഡിവിഷനിലെ സിംറി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആശാപരാരി ഗ്രാമത്തിൽ നിന്നാണ് യുവാക്കളെ പിടികൂടിയത്. അറസ്റ്റിലായവരിൽ പ്രധാനി അമൻ തിവാരി എന്ന ബക്സർ സ്വദേശിയാണ്. ഇയാളെ സഹായിച്ച മറ്റ് 2 പേരും അറസ്റ്റിലായി. CIAയോട് വലിയ തുക പാരിതോഷികവും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. 22 ദിവസം കൊണ്ട് മോദിയെ വധിക്കാമെന്നാണ് ഇമെയിലിലൂടെ അറിയിച്ചത്. 2022 കൊൽക്കത്ത വിമാനത്താവളം തകർക്കാനുള്ള പദ്ധതിയും പ്രതി ആസൂത്രണം ചെയ്തിരുന്നു. യുവാക്കളുടെ അറസ്റ്റ് സ്ഥിരീകരിച്ച ബക്സർ SP ശുഭം ആര്യ സംശയിക്കപ്പെടുന്നവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പറഞ്ഞു. റെയ്ഡിൽ കണ്ടെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.